അന്ന് ഈ ബന്ധം പോയെന്ന് ഞാൻ കരുതിയതാ. ഈശ്വരാധീനം കൊണ്ട് അവർക്ക് നല്ല ബുദ്ധി തോന്നി. ആ ചെറുക്കൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. ഇനി നിങ്ങളായിട്ട് ഓരോ ഇടകൂടങ്ങൾ ഒപ്പിച്ച് മാളുവിന്റെ ഭാവി തൊലയ്ക്കരുത്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാ എനിക്ക് എസ് പറയേണ്ടി വന്നത്. ചേച്ചി സോറി ചേച്ചി. എൻഗേജ്മെന്റ് മുടങ്ങിയെന്ന് അത്ര ഉറപ്പായതുകൊണ്ടാ ചേച്ചിയെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചോണ്ട് വന്നത്. പക്ഷേ അതിങ്ങനെ ഒരു കുരുക്കിലേക്കായിരിക്കുമെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചി. സോറി ചേച്ചി. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയില്ലല്ലോ ആദി. ഇതെന്റെ വിധിയാ, അനുഭവിച്ചേ പറ്റൂ. ചേച്ചി ഇപ്പൊ എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞില്ലല്ലോ. കല്യാണത്തിന്റെ തൊട്ട് തലേന്ന് വരെ നമുക്ക് ഈ കല്യാണം മുടക്കാനുള്ള സമയമുണ്ട്. ചേച്ചി സമാധാനായിട്ടിരിക്കും. വേണ്ട, ഇനി ആരും ഒന്നും മുടക്കാൻ ശ്രമിക്കണ്ട. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. കുറച്ചു നേരം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. ദേവി, ഇത് എല്ലാരും എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാവോ? വാ. ഇതെന്താ ഇത്? എന്ത്? അല്ല, സാധാരണ ഞാനൊരു കട്ടൻ ചോദിച്ചാൽ പോലും നീ എനിക്ക് തരാറില്ലല്ലോ. ഇതിപ്പോ ഇന്ന് നിനക്ക് എന്തു പറ്റിയതാ? അങ്ങോട്ട് കുടിക്കും മനുഷ്യ. ഓ ആയിക്കോട്ടെ. ജാനകി വിളിച്ചിരുന്നു. ജാനകി എന്ന് പറയുമ്പോ? ഓ, നമ്മുടെ കുമാറിന്റെ അമ്മ. ആ, എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും മനുഷ്യ. ഓ ശരി, ചോദിച്ചു. എന്തിനാ വിളിച്ചത്? അതെ, ദൈവം നമ്മുടെ കൂടെയാ. അവർക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന്. വെച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗം നടത്തണമെന്നാ അവർക്ക്. അതൊരു കണക്കിന് നന്നായി. നമ്മുടെ സൗകര്യം പോലെ ഒരു തീയതി തീരുമാനിക്കാനാ ജാനകി പറഞ്ഞേക്കുന്നേ. നമ്മൾ തീരുമാനിക്കുന്ന തീയതിയിലെ കല്യാണം നടത്താൻ അവര് തയ്യാറാ. കുടുംബം രക്ഷപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് എന്താ മനുഷ്യ നിങ്ങളുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്തേ? സുധേ, കുമാറിന്റെ വീട്ടുകാര് പെണ്ണ് കാണാൻ വരുമെന്ന് അറിഞ്ഞപ്പോ നമ്മുടെ മോള് ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അതെന്താന്ന് സുധ മറന്നിട്ടില്ലല്ലോ. മാളുവിന്റെ ആ ആവശ്യം നടത്തി കൊടുക്കാൻ പറ്റുമെന്ന് സുധയ്ക്ക് ഉറപ്പുണ്ടോ? മാളു നമ്മളോട് ഇന്നേ വരെ വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ സുധേ? ഒരു പുതിയ ഡ്രസ്സ് വേണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടോ? ഒരു തരി സ്വർണം വേണമെന്ന് മോള് പറഞ്ഞിട്ടുണ്ടോ? മറ്റു കുട്ടികൾ ചോദിക്കുന്ന പോലെ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി നമ്മുടെ മോള് വാശി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. അവൾ ആകെ നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്, അവക്ക് പഠിക്കണം. അതുപോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അവളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത് സുധേ? ദേ,
വീണ്ടും അങ്ങനെ പഴയ പല്ലവി. എന്റെ മനുഷ്യ, മാളുവിനെ പഠിപ്പിക്കാവുന്ന ആ കുമാർ സമ്മതിച്ചല്ലോ, പിന്നെന്താ? കുമാർ സമ്മതിച്ചു. പക്ഷെ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കുമാറിന്റെ അച്ഛൻ എങ്ങനെയാ പ്രതികരിച്ചെന്ന് സുധ മറന്നിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ എന്തോ പറഞ്ഞു വരുന്നേ? ദേ, ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വീടിന്റെ പേരിൽ കോഓപ്പറേറ്റീവ് ബാങ്കിലുള്ള ലോണിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? എത്ര അടവാ മുടങ്ങിക്കിടക്കുന്നതെന്ന് അറിയാവോ? പലിശയെങ്കിലും കൊണ്ടടയ്ക്കാൻ ബാങ്കുകാർ നോട്ടീസ് അയച്ചിട്ടേക്കുവാ. ആ ലോണും അതിന്റെ പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടി ഇപ്പൊ എടുത്ത തുകയുടെ ഇരട്ടിയായി. ദേ, എന്നെങ്കിലും ഒരു ദിവസം അവര് വരും, ജപ്തി നോട്ടീസ് ഒട്ടിക്കും, നമ്മളെ എല്ലാരെയും ഈ വീട്ടിൽ നിന്ന് അവർ പുറത്താക്കുകയും ചെയ്യും. അപ്പോ ആകെയുള്ള കിടപ്പാടും കൂടെ പോയി കിട്ടും. അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഈ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ദേ, അവർക്ക് വേണ്ടതൊരു മരുമോളയാ, അല്ലാതെ പഠിത്തക്കാരിയല്ല. അന്ന് ഈ ബന്ധം പോയെന്ന് ഞാൻ കരുതിയതാ. ഈശ്വരാധീനം കൊണ്ട് അവർക്ക് നല്ല ബുദ്ധി തോന്നി. ആ ചെറുക്കൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. ഇനി നിങ്ങളായിട്ട് ഓരോ ഇടകൂടങ്ങൾ ഒപ്പിച്ച് മാളുവിന്റെ ഭാവി തൊലയ്ക്കരുത്. മാളുവിനൊരു ഭാഗ്യം ഉണ്ടായ അത് മേഘയുടെയും മണിക്കുട്ടന്റെയും കൂടെ ഭാഗ്യവാ, അത് മറക്കരുത്. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം.